മുസ്ലിം ലീഗ് എല്ലാ കാലത്തും UDF-നെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഘടകമാണ്, ഒരു പാർട്ടിയാണ്. രണ്ടാമത്തെ പാർട്ടി തന്നെ പറയാം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അതിൽ നിന്ന് മാറിയതിനു ശേഷം വളരെ ശക്തമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവരുടെ ശക്തി, അവരുടെ കഴിവ്, അവരുടെ പ്രകടനപരത ഒന്നുകൂടി തെളിയിച്ചതായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. അവരുടെ അഭിമാന പോരാട്ടമായി എടുത്തു തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചു ആര്യാടൻ ഷൗക്കത്തിനെ. ഇപ്പോഴിതാ അവർ തയ്യാറെടുക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള സന്നാഹവുമായിട്ടാണ്. അപ്പോഴാണ് അതിനിടയിലാണ് അവർ യുവാക്കളെ ഒരുപാട് ഇതിനകത്ത് കൊണ്ടുവരും, സ്ത്രീകളെ കൊണ്ടുവരും, മറ്റ് മതത്തിൽപ്പെട്ടവരെ കൊണ്ടുവരാനും അവർ ശ്രമിക്കുന്നു. അവർ ഒരു മതേതര പാർട്ടിയാകാനുള്ള സജ്ജമാകണം. അപ്പോൾ ലീഗ് മതേതരമാകുന്നുണ്ടോ? അതാണ് ഇന്നത്തെ ചോദ്യം. അവർ യുവാക്കളെ നിർത്തുന്ന കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ആൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ലീഗ് മതേതരമാകുന്നുണ്ടോ? അല്ലെങ്കിലും ലീഗിനെ കുറിച്ചുള്ള എൻ്റെ ഒരു നിരീക്ഷണം, മുസ്ലിം ലീഗ് എന്ന പേര്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നുള്ള പേര്, അതിനകത്തിൽ മുസ്ലിം എന്ന പേരുണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ആ പേര് കേൾക്കുമ്പോൾ അത് മുസ്ലിം നാമധാരികൾക്കായിട്ടുള്ള, മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ക്ഷേമനത്തിലുള്ള ഒരു സംഘടനയാണോ എന്ന് തോന്നും. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മുസ്ലിങ്ങളുടെ സംഘടനയാണ്. ഹിന്ദു ലീഗ് എന്ന് കേൾക്കുമ്പോൾ, അല്ലെ ഹിന്ദു ഐക്യവേദി, ഹിന്ദു എന്നുള്ള പേരുണ്ടെങ്കിൽ, അല്ലെ ക്രിസ്ത്യൻ വേദി എന്ന് കേൾക്കുമ്പോൾ അത് അവർക്ക് മാത്രമുള്ളതാണെന്ന് തോന്നും. പക്ഷേ അതേസമയം ഓരോ വിഷയത്തിലും എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എപ്പോഴും കയ്യടി വാങ്ങാറുണ്ട്. അത് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വടക്കേ ഇന്ത്യ നോക്കിയിരുന്നത് തെക്കേ ഇന്ത്യയിലാണ്. തെക്കേ ഇന്ത്യയിൽ നോക്കി, കാരണം ഇവിടെ മുസ്ലിംസ് നല്ലൊരു 10-25% മുസ്ലിംസ് ഉണ്ട്. ഇവിടെ എന്ത് നടക്കും, മലപ്പുറത്ത് എന്ത് നടക്കും, അടി നടക്കുമോ, യുദ്ധം നടക്കുമോ, അല്ലെങ്കിൽ കൊലപാതകം നടക്കുമോ എന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷേ പാണക്കാട് ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുട്ടിയും ബന്ധപ്പെട്ട എല്ലാവരും, ഡോക്ടർ MK മുനീർ അടക്കമുള്ള പ്രമുഖർ, KP മജീദ്, എല്ലാവരെയും പേര് പറഞ്ഞില്ല, പ്രമുഖർ വളരെ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു, കോടതി വിധിയെ നമ്മൾ മാനിക്കണം, ഒരു കാരണവശാലും നമ്മൾ കലാപത്തിലേക്ക് പോകരുത്, നമുക്ക് കോടതി വഴി തന്നെ പോകാം എന്ന് പറഞ്ഞ് ആ ബാബറി മസ്ജിദ് വിഷയത്തെ, രാമക്ഷേത്ര വിഷയത്തെ വളരെ പക്വതയോടുകൂടി തീരുമാനിച്ചു. അതുപോലെ തന്നെ മാറാബിൾ കലാപം വന്നപ്പോൾ അതിൻ്റെ ആദ്യം കലാപം വന്നു, അവിടെ മുസ്ലിം ഹിന്ദു ലഹളയൊക്കെ നടന്നു. പക്ഷേ അതിൻ്റെ ഒരു ഒത്തുതീർപ്പ് സ്ഥലത്ത് എത്തിയപ്പോൾ ഒരിക്കലും ഒരു ബലം പിടിക്കാതെ അതിനെ ഒത്തുതീർപ്പിലെത്തിക്കുന്നതിൽ കുമ്മനം രാജശേഖരനെ പോലുള്ള ആളുകൾക്ക്, അല്ലമല്ല നമ്മുടെ കുമ്മനം രാജശേഖരൻ അതിനകത്ത് റോളുണ്ടെന്ന് കേൾക്കുന്നു. ഗാന്ധിയൻ ഗോപിനാഥൻ നായർ, AK ആന്റണി ഉള്ളപ്പോഴാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗാന്ധിയൻ ഗോപിനാഥൻ നായർ സാർ മരിച്ചുപോയി, നെയ്യാറ്റിൻകരയുള്ള സാർ ആയിരുന്നു അതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ടൊക്കെ നിന്നത്. അങ്ങനെ ആ കാര്യത്തിലൊക്കെ ലീഗ് വളരെ നല്ല നിലപാടാണ് എടുത്തത്. ഇപ്പോൾ ദളിത് യുവതിയെ അവർ നേതാക്കൾ എടുത്തിട്ടുണ്ട്, വനിതകളെ അവർ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ നേരത്തെ UC രാമനെ നിർത്തിയിരുന്നു. അപ്പോൾ ഒരുപാട് തലത്തിലേക്ക് അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും വലിയ സന്നാഹമാണ് ലീഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കാണണം. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു മതേതര പാർട്ടി എന്നുള്ള നിലയിലേക്ക് അവർ മാറുകയാണ്. അവർക്ക് എന്തെങ്കിലും കറുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം അവരിലുണ്ടെങ്കിൽ അതുകൂടി അതായത് ആക്ഷേപം, അവർ കുറ്റം ചെയ്തെന്നല്ല, മറ്റാരെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ അതുകൂടി മാറത്തക്ക നിലയിലുള്ള വിപുലമായ സന്നാഹങ്ങളിലേക്കാണ് ലീഗ് പോകുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരു നേതാവ് വളരെ ശക്തനാണ്. നമ്മൾക്കൊരു പ്രശ്നമുള്ളത്, ഈ UDF വരുമ്പോൾ കോൺഗ്രസും LDF വരുമ്പോൾ CPM-ന് മാത്രമാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നത്. എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമൊന്നും അങ്ങനെ വരുന്നുമില്ല. അതുകൊണ്ട് തന്നെ KM മാണി സാർ എത്രയോ ദീർഘകാലം പ്രവർത്തിച്ചത്, പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ P. ജോസഫ് സാർ അതിനേക്കാൾ സീനിയറായുണ്ട്, പക്ഷേ മുഖ്യമന്ത്രിയാകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ പറയുന്ന ഒരു പേരാണ് കുഞ്ഞാലിക്കുട്ടി. പക്ഷേ CH മുഹമ്മദ് കോയ പണ്ട് മുഖ്യമന്ത്രിയായിരുന്നു, അത് വേറൊരു സാഹചര്യത്തിലാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് വന്നാൽ ഒരിക്കലും കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല. പക്ഷേ മുഖ്യമന്ത്രി വരാകാൻ കഴിവുള്ള നേതാക്കളെ സൃഷ്ടിക്കുന്ന വളരെ മനോഹരമായ പാർട്ടികളാണിത്. അപ്പോൾ ഇത് ശരിക്ക് പറഞ്ഞാൽ ഇതൊരു റീജിയണൽ പാർട്ടിയാണ്. അല്ലെ, ഒരു സ്റ്റേറ്റിലേ ഉള്ളൂ, പക്ഷേ നാഷണൽ ലെവലിൽ വേണോ, റീജിയണൽ, അതൊക്കെ വേറെ വിഷയമാണ്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നിലവിലുള്ള സാഹചര്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ പലരും പറയാറുണ്ട് BJP-യും കോൺഗ്രസും CPM-ഉം CPI ഉള്ള 4-5 നാഷണൽ പാർട്ടികൾ മതി, മറ്റ് പാർട്ടികൾ വേണ്ട എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് വേറൊരു വിഷയമായിട്ട് നമ്മളിത് എല്ലാം കൂടി കൂട്ടിക്കൂടി ചർച്ച ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇപ്പം നിലവിലെ സാഹചര്യം വെച്ചുകൊണ്ട് പ്രായോഗികമായി ഇപ്പം നിൽക്കുന്ന പാർട്ടികളുടെ ഒരു കണക്കെടുക്കുമ്പോൾ ലീഗ് വലിയ സന്നാഹത്തിലേക്കാണ് പോകുന്നത്. അവർ അടിമുടി ലീഗ് മാറുകയാണ്. ആ മാറ്റം കാലത്തിനനുസരിച്ചുള്ളതാണ്. അങ്ങനെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് മാതൃകയാക്കേണ്ടതാണ്.